ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയ അനുഭവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നയിച്ചു പോകുന്നു, അത് ലോകം നിങ്ങൾക്ക് തരുന്നത് പോലെയല്ല. മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി ഈ ലോകത്തിലുള്ള എന്തൊക്കെ വഴികൾ തേടിയാലും ഏതൊക്കെ മാർഗം സ്വീകരിച്ചു എന്ന് പറഞ്ഞാലും ആ സമാധാനമോ ആശ്വാസവുമോ ഒക്കെ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പഴയതിനേക്കാൾ അപ്പുറമായി അസമാധാനം ജീവിതത്തിലേക്ക് വരുമ്പോൾ നിത്യമായ സമാധാനം വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു മാർഗം പറഞ്ഞു തരാം. അതാണ് യേശുക്രിസ്തു എന്ന മാർഗം. ഈ ശബ്ദത്തെ കേൾക്കുന്ന ആരെങ്കിലും ലഹരി ഉപയോഗിച്ചുകൊണ്ട് അപ്രകാരമുള്ള നിലയിലാണ് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നതെങ്കിൽ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ലഹരിയുടെ ഉപയോഗം കാരണം ഒരു കുടുംബവും ഇന്ന് വരെയും രക്ഷപ്പെട്ടിട്ടില്ല. ജീവിതങ്ങൾ നശിച്ചിട്ടുള്ളതല്ലാതെ ലഹരി ഉപയോഗിച്ചത് കൊണ്ട് ആരും ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടില്ല. മഹാത്മാഗാന്ധിജി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, മുഴുവൻ ഈ ഭാരതത്തിന്റെ ഭരണവും അല്പസമയത്തേക്ക് എന്റെ കയ്യിലേക്ക് ലഭിച്ചാൽ ഞാൻ ആദ്യം പുറപ്പെടുവിക്കുന്ന കൽപ്പന ഈ ദേശത്ത് നിന്ന് ലഹരിയെ പൂർണ്ണമായും തുടച്ചു മാറ്റും എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, വിൽക്കരുത് എന്ന് പറഞ്ഞതുപോലെ, കുടിക്കരുത് എന്ന് പറഞ്ഞതുപോലെ വേദപുസ്തകത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എല്ലാ മതങ്ങളും എല്ലാ പഠിപ്പിക്കലും ഒരുപോലെ നിരോധിക്കുന്ന ഈ മദ്യപാനവും അതുപോലുള്ള പല നിലകളിലുള്ള ബാക്കിയുള്ള ലഹരിയുടെ ഉപയോഗങ്ങളെയൊക്കെ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളത് നിർത്തുക. അത് നിങ്ങളെ നശിപ്പിക്കും, ഈ സമൂഹത്തെ നശിപ്പിക്കും, നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കും. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതങ്ങളെ കൊണ്ട് ഇടയായി തീരട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ഒരല്പ സമാധാനം നഷ്ടപ്പെട്ടാലോ വേദന വന്നാലോ ഉടനെ തന്നെ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി പലരും തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ, ആത്മഹത്യ നിരക്കുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലയളവിൽ അതിന്റെ നിരക്കുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നു, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഏത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. അങ്ങനെ പരിഹാരം എന്നുള്ള നിലയിൽ ഒരു നാമത്തെ കൂടെ പരിചയപ്പെടുത്തുന്ന ഒന്നുകൂടെ, അതാണ് യേശുക്രിസ്തു എന്ന നാമം. നിങ്ങൾക്ക് ഏത് പ്രശ്നത്തിന്റെ നടുവിലാണ് നിങ്ങൾ ആയിരുന്നാലും ആ പ്രശ്നത്തിന്റെ നടുവിൽ നിങ്ങൾക്ക് വിടുതൽ നൽകുവാനും ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുവാനും യേശുക്രിസ്തുവിനെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഒരു പ്രശ്നങ്ങൾ കാരണവും നിങ്ങൾ ആത്മഹത്യ എന്നുള്ള നിലയിൽ ഒരു തീരുമാനം എടുക്കരുത്. ആ വിഷയത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ യേശുക്രിസ്തുവിനെ കൊണ്ട് കഴിയും. അതുപോലെ തന്നെയാണ് ഈ ലോകത്തിൽ ഇന്ന് അക്രമങ്ങളുടെ ആസക്തികൾ ഏറ്റവും അധികമായി വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ പരസ്പരം കൊന്നുകളയുവാനും ഉപദ്രവിക്കുവാനും ഒക്കെ ഒരല്പം പോലും മടിയില്ലാതെ വണ്ണം പരസ്പരം കൊന്നുകളഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് സ്നേഹത്തിന്റെ സന്ദേശം പറയുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ആവശ്യമാണ്. ആ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഇന്ന് ഈ സമയത്തും ഈ ദേശത്തോടും അറിയിക്കുന്നത്. ഒരു വിഷയങ്ങൾ കാരണവും പരസ്പരം ഉപദ്രവിക്കാതെ വണ്ണം സ്നേഹത്തോടുകൂടെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ ഇതുപോലെ പഠിപ്പിച്ച മറ്റൊരു മാർഗമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, യേശുക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിനകത്തും വസിക്കട്ടെ. എന്തുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെയും പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, യേശുക്രിസ്തുവിനെ കുറിച്ച് എന്തുകൊണ്ട് എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ, ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായിട്ട് മാറ്റി നിർത്തി ചരിത്രത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന വണ്ണം ഇങ്ങനെ വെളിപ്പെട്ട് നിന്ന ഒരേ ഒരു അവതാര കർത്താക്കൾ മാത്രമേ ഉള്ളൂ. അതാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. സകല അവതാര കർത്താക്കളും നീതിമാന്മാരെ ശേഷിപ്പിച്ചുകൊണ്ട് പാപികളെ കൊന്നൊടുക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നീതിമാന്മാരെ മാറ്റി നിർത്തി പാപികളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ പാപത്തിൽ നിന്നും മോചനം നൽകുവാൻ അവരെ സ്നേഹിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ഒരേ ഒരു അവതാര കർത്താവ് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. മാത്രമല്ല, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്യുവിൻ എന്ന് പറഞ്ഞ് ഇത്രയേറെ നന്മയുടെ സന്ദേശവും സ്നേഹത്തിന്റെ സന്ദേശവും അറിയിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിയും ലോകം കണ്ടതിൽ വെച്ച് ഇന്നുവരെയുമില്ല. എല്ലാവരും പറയുന്നതിനേക്കാൾ ഒരുപടി കൂടെ മുകളിൽ നന്മയുടെ സന്ദേശം അറിയിച്ചിട്ടുള്ളത് അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഇനി യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കണമേ, യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് പ്രവാചകന്മാരിലൂടെ അറിയിച്ചത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. എല്ലാവരും ഒരുപോലെ തിരിച്ചു ചോദിച്ചു, കന്യക പ്രസവിക്കുമോ? അങ്ങനെ യേശുക്രിസ്തുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. ഇന്ന് വരെ ലോകം കണ്ടതിൽ വെച്ച് ആരും ഒരു കന്യകയും ഇന്ന് വരെ പ്രസവിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു അത്ഭുതകരമായ ജനനമായിരുന്നു യേശുക്രിസ്തുവിൻ്റെത്. മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ജീവിതം ഒരു അത്ഭുതമായിരുന്നു. എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറിയത്? എല്ലാ മനുഷ്യരും ഒരുപോലെ പാപം ചെയ്തുകൊണ്ട് കൊള്ളരുതാത്തവരായി തീർന്നപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താം? ഒറ്റ മനുഷ്യനും പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുവാൻ കഴിയാത്ത നിലവാരത്തിൽ നീതിയുള്ള ഒരു ജീവിതം, അതും വെല്ലുവിളിച്ച് ചോദിക്കത്തക്കവണ്ണമുള്ള അത്രയും വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിച്ച ലോകം കണ്ട ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഇന്നുവരെ ഉണ്ടായിട്ടുള്ളൂ. അതാണ് കർത്താവായ യേശുക്രിസ്തു. കൊല്ലുവാൻ തക്കവണ്ണം
വിധി കൽപ്പിച്ചവരും കൊല്ലുവാൻ തക്കവണ്ണം കൊണ്ടുപോയവർക്ക് പോലും ഒരു തെറ്റും പറയുവാൻ കഴിയാത്ത നിലവാരത്തിൽ വാസ്തവത്തിൽ ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ അത്ഭുതകരമായ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു കർത്താവായ യേശുക്രിസ്തു. തീർന്നില്ല, യേശുക്രിസ്തുവിന്റെ പ്രത്യേകതകൾ ഇനിയുമുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണം ഒരു അത്ഭുതമായിരുന്നു. എല്ലാവരും മരിക്കുന്നത് അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലാതെ സ്വമേധയായിട്ടുള്ള മരണങ്ങളോ ഒക്കെയായി അപ്രകാരമുള്ള മരണങ്ങളൊക്കെ മരണപ്പെടുമ്പോൾ യേശുക്രിസ്തു മാത്രമാണ് സകല മാനവരാശിയുടെ പാപപരിഹാരത്തിനു വേണ്ടി മരിച്ചത്. വേദപുസ്തകം ഇപ്രകാരമാണ് പറഞ്ഞത്, പാപത്തിന്റെ ശമ്പളം മരണം. അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ പാപം ചെയ്താൽ അതിന്റെ ശമ്പളം ഞാൻ മരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്റെ പാപത്തിന് വേണ്ടി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു മനുഷ്യന്റെ പാപത്തിന് വേണ്ടി അടുത്തൊരു മനുഷ്യൻ മരിക്കണം. അങ്ങനെ മരിച്ചു കഴിഞ്ഞാലും ഈ ലോകത്തിൽ ഒറ്റ മനുഷ്യന് പിന്നെ ശേഷിക്കത്തില്ല. പോട്ടെ, എന്റെ പാപത്തിന് വേണ്ടി അടുത്തൊരു മനുഷ്യൻ മരിക്കാമെന്ന് വിചാരിച്ചാൽ ആ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ഇനിയും ഒരു മനുഷ്യൻ മരിക്കണം. അങ്ങനെ മരിച്ചാലും ഈ ഭൂമിയിൽ ഏറ്റവും അവസാനമായി ശേഷിക്കുന്ന മനുഷ്യന് വേണ്ടി മരിക്കുവാൻ മറ്റാരും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു നിലയിലും പാപത്തിന്റെ ശമ്പളമായ മരണത്തെ എടുത്തു മാറ്റുവാൻ കഴിയാതെ വണ്ണം എല്ലാവരും രക്ഷപ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്നുള്ള നിലയിൽ എല്ലാവരും ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ദൂതന്മാരിലൂടെ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നു, ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം എന്നുള്ള നിലയിൽ അപ്രകാരം രക്ഷയുടെ സന്ദേശവുമായി രക്ഷകൻ പിറന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തു പിറന്നതിന് ശേഷം സകല മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ദാനമായി നൽകിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അർത്ഥം, എത്ര തന്നെ വഴികൾ വേറെയുണ്ടെന്ന് ആരൊക്കെ പറഞ്ഞാലും യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അർത്ഥം, സ്വർഗത്തിലേക്ക് പോകുവാൻ യേശുക്രിസ്തു എന്നുള്ള ഒരു ഏക വഴിയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇത് കേട്ടിട്ട് ബാക്കിയുള്ള ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും ഇത് കേട്ട് മനസ്സിലാക്കി ബാക്കിയുള്ള എല്ലാവരും പ്രസംഗിക്കുവാൻ തുടങ്ങി, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അതാണ് യേശുക്രിസ്തു എന്ന നാമം. ഈ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും തോന്നാം, ഇതുപോലുള്ള സന്ദേശങ്ങൾ എത്രയോ നമ്മൾ കേട്ടതാണ്, ഇനിയും നാളെയും കേൾക്കും മറ്റന്നാളും കേൾക്കും എന്നുള്ള നിലയിലൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേ ആയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ വന്ന് സന്ദേശം ഉറപ്പിക്കട്ടെ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് മാനസാന്തരപ്പെടുവിൻ. നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കാതെ ഈ രക്ഷയുടെ സന്ദേശം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നറിയിക്കുന്നത് പോലെ ഇന്ന് ഈ ശബ്ദം കേൾപ്പിക്കപ്പെടുമ്പോൾ ഈ ശബ്ദത്തിന് മുൻപിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുമോ? ഇതൊരു മതത്തിന്റെ പഠിപ്പിക്കലല്ല, ഒരു മതത്തിന്റെ വക്താവായി നിന്നുകൊണ്ട് വന്ന് പഠിപ്പിക്കുന്നതുമല്ല. യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല, ഒരു മതത്തിന് വേണ്ടി യേശുക്രിസ്തു അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുമില്ല. മതത്തിന്റെ എല്ലാ നിലയിലുള്ള പഠിപ്പിക്കലുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് സ്നേഹത്തിന്റെ സന്ദേശം അറിയിച്ച കർത്താവായിരുന്നു കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെ ഇതും ഒരു കാരണവശാലും ഒരു മതത്തിന്റെ പഠിപ്പിക്കൽ എന്ന വണ്ണം ആരും കരുതാതെ വണ്ണം ഒരു മതത്തിന്റെ പഠിപ്പിക്കലായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു കാരണവശാലും ഈ എന്റെ ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് ഈ സുവിശേഷത്തെ ഇവിടെ കേൾക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ലായിരുന്നു. പക്ഷേ സകല മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു സന്ദേശമായതുകൊണ്ടാണ് ഈ സുവിശേഷം ഇന്നേ ദിവസവും ഇവിടെ കേൾപ്പിക്കപ്പെടുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത. എങ്ങനെയാണിത് നല്ല വാർത്തയായി മാറുന്നത്? എന്താണ് നല്ല വാർത്ത? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ആ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാണ് സുവിശേഷം. എങ്ങനെയാണിത് സുവിശേഷമായി മാറിയതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇന്നായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട് എന്ന് പറയുന്ന സന്ദേശമായതുകൊണ്ട് ഇത് സുവിശേഷം. നിങ്ങൾ എത്ര തന്നെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ആയിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സ്നേഹവാനായ ഒരു കർത്താവ് ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഇത് സുവിശേഷം. നിങ്ങൾക്ക് കൂടെ നിൽക്കുവാൻ ആരുമില്ല എങ്കിലും നിങ്ങളെ തനിച്ചാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരും അകന്നു പോയാലും ഇന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ഒരു കർത്താവ് ഉണ്ട് എന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന സന്ദേശമായതുകൊണ്ട് ഇത് സുവിശേഷം. ഈ സുവിശേഷത്തിന്റെ സന്ദേശമാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത്. നിങ്ങൾ പാപിയായിരിക്കാം, ചിലപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരിലും ആരും വെറുക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. എല്ലാവരും വെറുത്താലും എല്ലാവരും അകറ്റി നിർത്തിയാലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. മാത്രമല്ല യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ ഇനി നീ പാപം ചെയ്യരുത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നു. നിങ്ങൾ ഇന്ന് ക്രിസ്തുവിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ ജീവിത അനുഭവങ്ങളെല്ലാം മാറിപ്പോയി, നിങ്ങളൊരു പുതിയ സൃഷ്ടിയെ പോലെ ഇന്നേ ദിവസവും ആയിത്തീരും. അങ്ങനെ ആയിത്തീർന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും
ഇങ്ങനെയാ പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കയ്യിൽ പ്രതിഫലമുണ്ട്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ദൈവത്തിന്റെ മുൻപിൽ പ്രതിഫലമുള്ളത് കൊണ്ട് തക്കവണ്ണം ദൈവത്തിന്റെ മുൻപിൽ അപ്രകാരമായിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ സന്ദേശം കാരണവും നിങ്ങൾക്ക് ഇടയായി തീരട്ടെ. ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ദൈവത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങളെ മാറ്റി പഠിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും ചിന്തകൾ നിങ്ങൾക്കുണ്ട്, അങ്ങനെ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കൂ: സകലത്തെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ, മനുഷ്യനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ, ആ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമല്ലോ. അങ്ങനെ സംശയത്തിന്റെ നിഴലിൽ പ്രാർത്ഥിക്കുമ്പോൾ പോലും നിങ്ങളുടെ കാതുകളിൽ ഒരു ശബ്ദം മുഴങ്ങി കേൾക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ദൈവം. ആ യഥാർത്ഥത്തിന്റെ ദൈവത്തിന്റെ ശബ്ദം യഥാർത്ഥമായി ഏത് നിലയിൽ ആത്മാവിലും സത്യത്തിലും ആ ദൈവത്തെ ആരാധിക്കണമോ ആ നിലയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് താല്പര്യപ്പെട്ടുകൊണ്ട് അപ്രകാരമായിരുന്നു കഴിഞ്ഞാൽ ഈ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിലും വസിക്കും. ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് മരണം കഴിഞ്ഞിട്ട് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരും മരിച്ച് അടക്കപ്പെട്ടുകൊണ്ട് കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ പലസ്തീന്റെ മണ്ണിൽ ഇന്നും ഒരു കല്ലറ മാത്രം തുറന്നു കിടപ്പുണ്ട്. അതാണ് യേശുക്രിസ്തുവിന്റെ കല്ലറ. ആ കല്ലറയ്ക്കൽ ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്: അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവിന്റെ നാമത്തെ കുറിച്ചാണ് ഇന്നിവിടെ കേൾപ്പിക്കപ്പെടുന്നത്. എല്ലാവരും മരിച്ചതുപോലെ മരിച്ച് കല്ലറ കൊണ്ട് അവസാനിച്ച ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ ആ കർത്താവിനെ കുറിച്ച് ഇന്നും പ്രസംഗിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഒരു സമയം വിനിയോഗിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സന്ദേശം ഇവിടെ അറിയിക്കുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാവരും മരിച്ച് അവരുടെ ജീവിതം കല്ലറ കൊണ്ട് അവസാനിച്ചപ്പോൾ അതിനുശേഷം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് സർവ്വലോകത്തിന്റെയും വ്യത്യാസത്തിന് കാരണമായി തീരത്തക്കവണ്ണമുള്ള, ഇന്ന് അനേകർ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കത്തക്കവണ്ണമുള്ള നിലയിൽ ഒരു നാമമായി ഇത് ഉയർത്തെഴുന്നേറ്റെങ്കിൽ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശമാണ് നിങ്ങളോട് അറിയിക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ജീവിതത്തിനകത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ വണ്ണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടുന്ന ഒരു അതിഥിയുണ്ട്. ആ അതിഥിയുടെ പേരാണ് മരണം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്ക് വേണ്ടിയും നിയമിച്ചിരിക്കുന്നു. എത്ര തന്നെ ആരോഗ്യമുള്ളവരെന്ന് പറഞ്ഞാലും, എത്ര തന്നെ പണമുള്ളവരെന്ന് പറഞ്ഞാലും, എത്ര തന്നെ സൗന്ദര്യം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങൾ ആരും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ വീട്ടിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ഒരു അതിഥിയുണ്ട്. എത്രയോ പേർ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഡെഡ് ബോഡി ആയിട്ട് തിരിച്ചു വന്നിട്ടുള്ള എത്രയോ സംഭവങ്ങൾ എനിക്കറിയാം. ഞാൻ വഴിയിലൊക്കെ യാത്ര ചെയ്ത് ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് റോഡിലൊക്കെയും ആക്സിഡന്റ് പറ്റി ഓരോരുത്തർ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇവർ വീട്ടിൽ നിന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. പക്ഷേ തിരിച്ചു വരുവാൻ കഴിയാതെ വണ്ണം വഴിയോരങ്ങളിൽ അവരുടെ ജീവിതമെല്ലാം അസ്തമിച്ചു പോയപ്പോൾ ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. ഏത് പ്രായത്തിൽ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല, ഏത് സമയത്തെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതൊരു മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ, വെറും ഒരു ശ്വാസം മാത്രമാണ്. ആ ശ്വാസം എവിടെ നിന്ന് വന്നോ ആ ദൈവത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ മനുഷ്യന്റെ ഇഹലോകവാസം അവസാനിച്ചു കഴിഞ്ഞു. അപ്രകാരമുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ജീവിതത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതിക്കൊള്ളുവാൻ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? സർവ്വലോകവും നേടിയാലും അതിനേക്കാൾ അപ്പുറമായി നമ്മൾ കരുതേണ്ട, അതിനേക്കാൾ അപ്പുറമായി ശ്രേഷ്ഠമേറിയ ഒന്നുണ്ട്, അതാണ് ആത്മാവ്. ആത്മാവിന് വേണ്ടി കരുതുവാൻ തക്കവണ്ണം നിങ്ങളൊന്ന് തയ്യാറാകുക. ഇവിടെ കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 70 80 ഒക്കെ വർഷം ജീവിച്ചെന്ന് വന്നേക്കാം. അതിൽ കൂടുതലായാൽ വളരെ പ്രയാസമാണ്. അത്രയുള്ള കാലഘട്ടങ്ങളിൽ ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് പഠിക്കുന്നു, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, അതിന്റെ സാമ്പത്തികം നമ്മൾ നേടുന്നു, അതിനുശേഷം പിന്നെയും അധ്വാനിക്കുന്നു, പിന്നെയും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു 70 80 വർഷം ജീവിക്കുവാൻ വേണ്ടിയുള്ള കാലയളവിന് വേണ്ടി ഇത്രയേറെ നിങ്ങൾ അധ്വാനിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് നിത്യമായ ഒരു വാസമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. 80 വർഷത്തിന് വേണ്ടി ഇത്രയും അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം അധ്വാനിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ കരുതിക്കൊള്ളുവാൻ തക്കവണ്ണം ഒരു നിമിഷമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അതിനുവേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ, ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഇവിടെ നടത്തുന്നത് കൊണ്ട് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിനകത്ത് വേറെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയോ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയോ ബാക്കിയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയോ അല്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ പറയുന്നത്. അങ്ങനെ
ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ പറ്റിക്കുന്നു, നിങ്ങൾ രക്ഷപ്പെടാതിരിക്കുവാൻ വേണ്ടി നിങ്ങളെ അവർ ദോഷത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടേയിരിക്കുന്നു. ദുഷ്ടൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നും എല്ലാവരും രക്ഷപ്പെടണമെന്നും ആഗ്രഹമുള്ള കർത്താവിന്റെ ആ ആഗ്രഹത്തെ ഹൃദയത്തിനകത്ത് മനസ്സിലാക്കിയപ്പോൾ ആ ദൈവത്തോടുള്ള സ്നേഹമാണ് നിങ്ങളുടെ നടുവിൽ വന്നു നിന്ന് ഈ ശബ്ദത്തിലൂടെ നിങ്ങളെ കേൾപ്പിക്കുന്നത്. നിങ്ങൾ ഭവനങ്ങൾക്കകത്തായിരുന്നാലും ഒരു നിമിഷം ഹൃദയത്തിനകത്തിരുന്നു കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഇങ്ങനെ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ ആ കർത്താവിനെ ഞാൻ തിരിച്ചും സ്നേഹിക്കുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ശബ്ദം കൊണ്ട് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഈ ലോകത്തിൽ മറ്റെന്ത് നേടിയാലും നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ചോദിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. യേശുക്രിസ്തു ആദ്യത്തെ പ്രാവശ്യം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പാപികൾക്ക് വേണ്ടിയാണെങ്കിൽ ഇനി ഒരു വരവ് കൂടെയുണ്ട്. അത് പാപികളെ തേടിയല്ല, അത് നീതിമാന്മാരെ തേടിയാണ്. ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട്, പാപം ഈ ഭൂമിയിൽ ഇല്ല എന്ന് ആരും പറയത്തില്ലല്ലോ. പാപത്തിന്റെ ആസക്തിയാണല്ലോ ഇന്ന് കാണുന്ന എല്ലാ നിലയിലുമുള്ള കുറ്റകൃത്യങ്ങൾക്കും കാരണമായി മാറുന്നത്. പാപത്തിന്റെ ആസക്തികളാണല്ലോ. പാപത്തിന്റെ ആസക്തി മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ തന്നെ പിന്നെയും പിന്നെയും വന്നുകൊണ്ടേയിരിക്കുമ്പോൾ അതിനെ തുടച്ചു മാറ്റുവാൻ ഒരു മതത്തിനോ വേറെ ഒരു പ്രത്യയശാസ്ത്രങ്ങൾക്കോ വേറെ ഒരു നിലയിലുള്ള പാർട്ടികൾക്കോ ഒന്നും കഴിയത്തില്ല. അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു ദൈവവിശ്വാസം തന്നെയാണ് എല്ലാ മനുഷ്യർക്കും ആവശ്യമായിട്ടുള്ളത്. ആ ദൈവവിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകട്ടെ എന്നുള്ള നിലയിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ആരാണെങ്കിലും, നിങ്ങൾ ഏത് നിലയിലും ഏത് കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് സാഹചര്യത്തിൽപ്പെട്ടവരാണെങ്കിലും ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചൊരു കാര്യം പറയുന്നു, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഒരു നിലയിലുമുള്ള വിഷയങ്ങളെയും നോക്കാതെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശമാണ് നിങ്ങളിലേക്ക് അറിയിക്കുന്നത്. നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ, രോഗമാണെങ്കിലോ ബുദ്ധിമുട്ടാണ്, എന്ത് പ്രയാസങ്ങളാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും അതിൽ നിന്നൊക്കെയും നിങ്ങൾക്ക് വിടുതൽ നൽകുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിനെ കൊണ്ട് കഴിയും. അതിനെല്ലാറ്റിനേക്കാൾ ഉപരിയായി ആർക്കും നൽകുവാൻ കഴിയാത്ത നിത്യജീവൻ, നിത്യമായ സ്വർഗം നൽകുവാൻ യേശു ക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഇതാണ് രക്ഷയുടെ മാർഗം. ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച് നമ്മൾ നിൽക്കുന്ന നിൽപ്പുകളിൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഈ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് അങ്ങയുടെ സ്നേഹത്തിന്റെ സ്പർശനം അവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ കർത്താവ് ഇനിയുള്ള നാളുകളിലും അവർ അതേ സ്നേഹം അനുഭവിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുവാൻ കർത്താവെ അങ്ങ് ഇടയാക്കുമാറാകണമേ. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് അങ്ങയുടെ താല്പര്യമെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ തൊഴിലിന്റെ മേഖലകളൊക്കെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ നാഥ. അവരുടെ ആവശ്യങ്ങളുടെ നടുവിൽ ദൈവമേ അങ്ങ് പ്രവർത്തിക്കുമാറാകണമേ കർത്താവേ. ആരെങ്കിലും രോഗങ്ങളാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവേ അവർക്ക് സൗഖ്യം നൽകുമാറാകണമേ ദൈവമേ. മറ്റേതെങ്കിലും വിഷയങ്ങൾ ആലോചിച്ചുകൊണ്ട് അവർ ഭയപ്പെട്ടുകൊണ്ടും വ്യാകുലപ്പെട്ടുകൊണ്ടും ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവമേ അവർക്ക് ആശ്വാസവും അതിൽ നിന്നുള്ള വിടുതലും ദൈവമേ അങ്ങ് നൽകുമാറാകണമേ കർത്താവേ. അങ്ങയുടെ വരവ് താമസിച്ചാൽ ഇവരൊക്കെയും ദൈവഹിതപ്രകാരം കാണപ്പെട്ടുകൊണ്ട് ഏറ്റവും അധികമായി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടും ദൈവം ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അനുഭവിക്കത്തക്കവണ്ണവും ഇവരുടെ ജീവിതങ്ങളെ അങ്ങ് ക്രമീകരിക്കുന്ന ഇടയാക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിഷയങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ തന്നെ ഏൽപ്പിക്കുന്നു. ഇനിയും അവർക്ക് പ്രാർത്ഥിപ്പാനും ബാക്കിയുള്ളവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തക്കവണ്ണമുള്ള അവസരങ്ങളെയും ദൈവമേ ഒരുക്കുന്ന കൃപയ്ക്കായും സ്തോത്രം. മാനമഹത്വം എല്ലാം പൂർണ്ണമായി അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.